അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് എല്ലാവർക്കും കടങ്ങൾ മാറാനും അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് വയ്ക്കുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നല്ലൊരു ദുആയിനെ കുറിച്ചാണ്, ഒരു ചെറിയ ദുആയിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ തഹജ്ജുദിന് ശേഷം, തഹജ്ജുദ് നമസ്കാര ശേഷം ഈ ദുആ നമ്മൾ പറയുകയാണെങ്കിൽ, അതും 3 തവണയോ അതിൽ കൂടുതലോ നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ തഹജ്ജുദ് നമസ്കാരം കണ്ടിന്യൂ ചെയ്ത് നമസ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. എന്നിട്ട് ഈ പറയുന്ന ദുആ ഈ പറയുന്ന രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ, അതെങ്ങനെ ചൊല്ലുക, ഏത് രീതിയിലാണ് ചൊല്ലേണ്ടത്? തഹജ്ജുദ് നമസ്കാര ശേഷം നമ്മുടെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങൾ അടങ്ങുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതിനു ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ചെറിയൊരു ദുആ, വളരെ ചെറിയൊരു ദുആയാണ്, അത് ഒരു 3 തവണ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, അത് ദുആ ഏതാണ്? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാഷിഫൽ അമ്മ മുജീബ ദഅവതൽ മുൽതരീന റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹംനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക. ഇൻഷാ അല്ലാഹ് ദുആ ഇതാണ്. ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. എത്ര വലിയ കടമുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട്, അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം, നമുക്ക് ടെൻഷൻ, നമ്മുടെ ജീവിതത്തിലുള്ള ടെൻഷനുകൾ ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെയുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അറബി ഏറെക്കുറെ അറിയാത്തവർക്ക് മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുക. തഹജ്ജുദ് നമസ്കാരം വളരെ അധികം പുണ്യമാക്കപ്പെട്ട ഒരു നമസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് ആ പുണ്യമാക്കപ്പെട്ട സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് എന്ന സുന്നത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ റബ്ബിനോട് സമർപ്പിക്കുക. തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ദുആ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കി ആ ഒരു സമയം ചൊല്ലുകയോ ചെയ്യാം. നിങ്ങൾ കുറച്ച് സമയം ആ ദിവസം ചൊല്ലി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാതെ പഠിക്കുവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ദുആ ചൊല്ലുക, നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക. തീർച്ചയായിട്ടും റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മുടെ ഉത്തരങ്ങൾക്കല്ല, നമ്മുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നവനാണ്. അത് കുറച്ച് താമസിച്ചായാലും നമുക്ക് കിട്ടും. നമ്മൾ അത്രയധികം നമ്മളെ റബ്ബിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയം ഉറപ്പാക്കുക തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുന്നില്ല. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ വരുന്ന ഒരു വീഡിയോയാണ്. നമ്മൾ മുഴുവൻ കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എന്താണ് കാര്യമെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ മുഴുവനായിട്ട് കാണുവാനും അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എല്ലാവരുടെ സമാധാനമില്ലാത്ത ജീവിതത്തിനെല്ലാം അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ പലവിധ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെ ദുആയും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മക്കൾ മിണ്ടുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ, അതായത് ഈ ചാനലിൻ്റെ അകത്ത് അങ്ങനെ പിണക്കങ്ങൾ മാറുന്നതിനുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സഹോദരി കാണുന്നു എന്നുണ്ടെങ്കിൽ എടുത്തു നോക്കുക, വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിന് ഫലം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ റബ്ബ് മാറ്റിത്തരും. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ കമൻറ്റും കാണുന്നുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളെല്ലാം റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.